കള്ളു കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, പൊടി വലിക്കില്ല, ഒന്നുമില്ല. പക്ഷെ എന്താ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. ജീനൊരു സൈഡിൽ മറ്റേ ചെളിയൊക്കെ ആയിട്ട് മറ്റേ സീനൊക്കെ നോട്ട് ചെയ്യണ്ടാവും. ഷോർട്ട് ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കണേ. അവരിങ്ങനെ ഇങ്ങനെ നോക്കണം. കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി മറ്റാളാണല്ലേ. ഷോർട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന അവർക്ക് മനസ്സിലായി ഇപ്പൊ പണി ഐഡിയൽ ആവണമെന്നില്ല, പക്ഷെ യുണീക്ക് ആവുന്നത് ജീന്റെ അങ്ങനത്തെ ആ തോട്ട് പ്രോസസ് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. തെറ്റ് ചെയ്താൽ മതി എന്ന് പറഞ്ഞാൽ ഞാൻ കറക്റ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. തെറ്റ് ചെറിയ ബില്ലൊന്നുമില്ല, മറ്റേ മരക്കുത്തി കുത്ര പോലെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണേ. ഒരു സുരേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു. മക്കളെ പയ്യെ പോടാ. ഗതികെട്ട സൂപ്പർ സ്റ്റാറിന്റെ കരളിലിരിക്കുന്ന കഥന ഹാസ്യത്തിന്റെ മേമ്പടിയിൽ സസ്പെൻഷൻ മാറിപ്പോയിട്ടാ. ഇങ്ങനെയല്ല പരിപാടി. രണ്ടായിരത്തി 2024 എടുത്തു നോക്കുകയാണെങ്കിൽ നമ്മുടെ മലയാള സിനിമ ഇങ്ങനെ ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇങ്ങനെ മുകളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അപ്പോൾ അതിലോട്ട് നമുക്ക് ഒരുപാട് എക്സ്പെക്റ്റേഷൻസിനോട് കൂടെ ഒരു സിനിമയും കൂടെ വരികയാണ്. നടികർ അതിലെ മെയിൻ ലീഡായിട്ടുള്ള 2 പേരാണ് ടോവിനോ തോമസ് ആൻഡ് സൗബിൻ ഷാഹിർ. വെൽക്കം ടു റേഡിയോ സിറ്റി. അപ്പം എനിക്കറിയാം സത്യത്തിൽ ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ മലയാള സിനിമ എല്ലാവരും ഭയങ്കര എക്സ്പെക്റ്റേഷൻസോട് കൂടി ഇരിക്കുകയാണ്. കാരണം എല്ലാ സിനിമാസും ഹിറ്റാണ്. അപ്പോൾ വാട്ട് ഈസ് യുവർ എക്സ്പെക്ടേഷൻ ഈ ഒരു സിനിമയെ കുറിച്ച്? ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ഹിം. എല്ലാ സിനിമയും ഹിറ്റാണ്, ഇതും കൂടെ ഹിറ്റാണ്. പോണല്ലേ, അതുകൊണ്ട് ഉറപ്പായിട്ടും ഹിറ്റാവും. പ്രേക്ഷകരോട് വിചാരിക്കണം. ഞങ്ങളുടെ ഭാഗത്ത് നിന്ന്. ഓക്കെ, അപ്പോ ഡേവിഡ് പടിക്കൽ അല്ലേ, ബാല അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങളുടെ തമ്മിലുള്ള ഒരു ക്യാരക്ടേഴ്സിന് ഫസ്റ്റ് ടൈമാണ് നിങ്ങളുടെ ഒരു ലീഡ് സിനിമ ഒരുമിച്ച് ആദ്യമായിട്ടല്ലേ? ഞങ്ങൾ ആദ്യമായിട്ട് കോമ്പിനേഷൻ സീൻ അഭിനയിക്കുന്ന ഒരുമിച്ച് ആദ്യമായിട്ട് ഫ്രെയിമിൽ ഒരുമിച്ച് വരുന്നത് ആദ്യമായിട്ടാണ്. സിനിമയിൽ വന്നിട്ടുണ്ട്, പക്ഷെ ഒരുമിച്ചൊരു ഫ്രെയിമിൽ വരുന്നത് ഫസ്റ്റ് ടൈമാണ്. അടിപൊളി. അപ്പോൾ എങ്ങനെയായിരുന്നു ഒരുമിച്ച് ഉണ്ടായിരുന്ന ഫസ്റ്റ് എക്സ്പീരിയൻസ്? പക്ഷെ ഫിലിമിൽ ഒരുമിച്ചാണ് ഇപ്പോൾ ഫിലിമിൽ ഒരുമിച്ചാണ് ഇപ്പോൾ ഞങ്ങൾക്ക്. പക്ഷെ അങ്ങനെ തോന്നാറ് ഞങ്ങൾ ഫുൾ ടൈം ഒരുമിച്ചാണ്. അല്ലെങ്കിലും എപ്പോഴും കാണുന്ന ആൾക്കാരാണ്. അപ്പൊ അഭിനയിക്കുമ്പോൾ ഡിഫറെന്റ് ടോവിനോയും ഡിഫറെന്റ് സൗബിനും അല്ല, ക്യാരക്ടേഴ്സ് ആയിട്ട് വെക്കുമ്പോൾ ഡിഫറെന്റ്. അപ്പൊ എങ്ങനെയായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? അപ്പൊ ആ എക്സ്പീരിയൻസ് എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ അങ്ങനെ ഇതുവരെ പ്ലേ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് അല്ല. അതിന്റെ ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ നമ്മളത് അതിലേക്ക് ഇങ്ങനെ വീഴാനുള്ള ഒരു ഇതിലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഓൾറെഡി പരസ്പരം അറിയാവുന്ന ആൾക്കാരായതുകൊണ്ടായിരിക്കാം നമുക്ക് ചെയ്ത് തുടങ്ങിക്കഴിയുമ്പോൾ ഓക്കെ അടുത്ത് ഇങ്ങനെ ആയിരിക്കും പിടിക്കാൻ പോകണം, അപ്പൊ തിരിച്ച് ഇത് പിടിക്കാം. അങ്ങനത്തെ ഒരു ഗിവ് ആൻഡ് ടേക്ക്. അത് ഞങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ മാത്രമല്ല, സുരേഷ് ചേട്ടനും ബാലുവും ഒക്കെ ഞങ്ങൾ എല്ലാവരും കുറെ കാലമായിട്ട് പരിചയമുള്ള. ബാലുവായിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരുമിച്ച് സിനിമകൾ ചെയ്തിട്ടുണ്ട്, കൊല്ലങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. സുരേഷ് ചേട്ടനായിട്ടും ആദ്യമായിട്ടാണ് ചെയ്യുന്നത്, പക്ഷെ സുരേഷ് ചേട്ടന് നേരത്തെ പരിചയമുണ്ട്. കുറച്ചും കൂടി എന്താ പറയുക സന്തോഷമായിരുന്നു. കാരണം ടോവിലൂടെ വർക്ക് ചെയ്യണം, ഒരുമിച്ച് ചെയ്യണം. അത് ജീൻ്റെ പടത്തിലും കൂടി വന്നു കഴിഞ്ഞപ്പോൾ ജീനും എല്ലാവരും സുഹൃത്തുക്കളാണല്ലോ. അപ്പോൾ ജീൻ്റെ പടത്തിലും ഞാൻ ആദ്യമായിട്ടാണ് വരുന്നത്. ഇതിന് തൊട്ട് മുമ്പത്തെ ഇവരുടെ പടം എന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നത് മഞ്ഞുമൽ ബോയ്സിന്റെ സെറ്റിലാണ്. അപ്പൊ ഞാൻ എന്റെ ഡയറക്ടറെ കാണാൻ വേണ്ടി പോകുന്നത് സെറ്റിലാവന്നെ. അപ്പൊ ജീനൊരു സൈഡിൽ മറ്റേ ചെളിയൊക്കെ ആയിട്ട് മറ്റേ സീനൊക്കെ നോട്ട് ചെയ്യണ്ടാവും. ഷോർട്ട് ഡിവിഷൻ നടന്നുകൊണ്ടിരിക്കണേ. അവിടെ വെച്ചിട്ടാണ് ഇതൊക്കെ നടക്കുന്നത്, ആ ഷൂട്ടിങ്ങിന്റെ. അതാ കാരണം നമ്മള് മഞ്ഞൾ വോയിസ് കുറച്ചും കൂടി കയറി പോയല്ലോ, കുറെ കയറിയോണ്ട് കറക്റ്റ് ആയിട്ട് ഭയങ്കര ടൈറ്റ് ആയി പോയി ജീന്. ആളുടെ ഒരു ക്യാരക്ടർ അതില് ഇപ്പോ കുട്ടേട്ടൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണെങ്കിലും ആള് ജീൻ ചെയ്ത ക്യാരക്ടർ ആണെങ്കിലും അടിപൊളിയായിരുന്നു. അപ്പോൾ ഇപ്പം ഡെഫിനറ്റ്ലി ജീൻ ഒരു ഡയറക്ടർ ആക്ടർ എന്നുള്ളത് സൗബിക കണ്ടിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഡിഫറൻസ് എങ്ങനെയായിരുന്നു? ഇപ്പോൾ ഡയറക്ടർ എന്ന് വരുമ്പോൾ ഓക്കെ സർ, നമ്മൾ കണ്ടിട്ടുണ്ട് ലാലേട്ടൻ, രാജേട്ടൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ലാലേട്ടൻ ഫ്രെയിമിൽ മുന്നിൽ വരുന്ന സമയത്ത് യെസ് സർ, റെഡിയല്ലേ സർ എന്നൊക്കെ ചോദിക്കാറുണ്ടെന്ന്. അപ്പോൾ അതെങ്ങനെയായിരുന്നു ജീൻ്റെ കൂടെ? നമുക്ക് കാരണം എന്തുവന്നാലും ഡയറക്ടർക്ക് ഒരു സ്പേസ് ഉണ്ടല്ലോ, നമ്മൾ അതിനുള്ള ഒരു ബഹുമാനവും. അത് ജീനാണെങ്കിൽ തന്നെ നമ്മൾ ടേക്കുന്ന സമയത്താണെങ്കിൽ ഓക്കെ റെഡി സാർ എന്നുള്ള അതുണ്ട്. പിന്നെ അതിൻ്റെ അപ്പുറത്തേക്ക് ജീനോട് വർക്ക് ചെയ്യുമ്പോൾ കൂടുതലും എന്നെയാണെങ്കിലും ടോവിനോ ആണെങ്കിലും ജീന നന്നായിട്ട് അറിയാം, പുറത്ത് കൂടെ ഉള്ളതുകൊണ്ട് തന്നെ. അപ്പോൾ ആ ക്യാരക്ടർ എന്താണ് വേണ്ടതെന്നുള്ളതും ജീന നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഭയങ്കര എളുപ്പമായിരുന്നു. എന്തെങ്കിലും ചെറിയ രീതിയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ പറയും വേണ്ട
ഓണാക്കണ്ട. പക്ഷെ അതേസമയം കുറഞ്ഞ കഴിഞ്ഞാൽ പറയും കുറച്ചും കൂടി കൂട്ടാം, ആ അതെ കുറച്ചും കൂടി കൂട്ടിക്കോ, വലുതാക്കി ഇംപ്രൂവൈസ് ചെയ്യാൻ ആള് അടിപൊളിയായിരുന്നു. കാര്യം ഇത് കുറച്ച് ഇംപ്രൊവൈസേഷൻ ചെയ്താൽ മാത്രം നിൽക്കുന്ന ക്യാരക്ടേഴ്സും സീനുകളുമാണ്. പല സീനുകളും ഈ അതിന്റെ സ്ട്രക്ചർ അങ്ങനെയാ. പെർഫോമൻസസിലും ഞങ്ങളൊക്കെ തമ്മിലുള്ള ഒരു ഗീവ് ആൻഡ് ടേക്കിൽ നിൽക്കുന്ന സീനുകളാണ് പലതും. ഓക്കെ ഓക്കെ. ഫിലിം കാണുമ്പോൾ തന്നെ കുറച്ചുകൂടി മനസ്സിലാവും. കാരണം ഫസ്റ്റ് ഞങ്ങൾ ഫിലിമിൽ ഞങ്ങൾ തമ്മിൽ കാണുന്ന സീക്വൻസ് തൊട്ട് തന്നെ അത് അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം സുഹൃത്തുക്കളെ പോലെ അല്ല. അതെ അതെ. അതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഏത് പഠിക്കൽ ആരുടെ പഠിക്കൽ ആ ഒരു സംഭവം. അത് ഞങ്ങളുടെ ക്യാരക്ടേഴ്സ് തമ്മിൽ അങ്ങനെ ഒരു അടുപ്പവും കോൺഫ്ലിക്റ്റും ഒരേ സമയം ഉണ്ടാവുന്നുണ്ട്. ഓക്കെ. എനിക്ക് ചെറിയൊരു ഒരു സസ്പീഷ്യസ് ആയിട്ട് തോന്നിയൊരു കാര്യം ഞാൻ പറയാണ് കേട്ടോ. ജീൻ്റെ തന്നെ ഡ്രൈവിംഗ് ലൈസൻസിൽ ഒരു രാജുവേട്ടൻ്റെ ക്യാരക്ടറും അതുപോലെ തന്നെ സുരാജേട്ടൻ്റെ ക്യാരക്ടറും തമ്മിലൊരു കോൺഫ്ലിക്റ്റ് ആണ് ഉണ്ടാവും. ആ ഒരു ഫാൻ ബോയ് ഉള്ളൊരു സംഭവം. അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം ഈ ഒരു സിനിമയിലുണ്ടോ? സസ്പെഷൻ മാറിപ്പോയിട്ടാ. ഇങ്ങനെയല്ല പരിപാടി. എങ്ങനെയായിരുന്നു നിങ്ങളുടെ ക്യാരക്ടേഴ്സ് തമ്മിലുള്ള ഒരു ഇതെങ്ങനെയാണ്? അതൊരു ആക്ടറും ആക്ടിംഗ് ട്രെയിനറും ആണ്. അതാണ്. ഓ, ആക്ടർ ട്രെയിനർ ആണ്. ഓക്കെ ഓക്കെ ഓക്കെ. അതിൽ ഫാൻ തെറ്റിപ്പോയി ചെറുതായിട്ട്, സോറി. അതും അതായത് സ്വയം സൂപ്പർ സ്റ്റാർ ആണ്, ഭയങ്കര അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് വിചാരിക്കുന്ന ഒരാളും അപ്പുറത്ത് ആധുനിക മനുഷ്യനാണെന്ന് പറഞ്ഞിട്ട് മറ്റൊരാളും. അതെ, രണ്ടുപേരും അങ്ങനെ ഭയങ്കര സംഭവമാണ് എന്ന് വിചാരിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ അതേസമയം ഈ രണ്ടുപേരും തമ്മിൽ ഉണ്ടാവുന്ന ഭയങ്കര ഒരു അടുപ്പമുണ്ട്. പടം ബേസിക്കലി ഒരു ആക്ടറിന്റെ കമ്മിങ് ഓഫ് ഏജ് ആണ്. അതെങ്ങനെയാണ് സംഭവിക്കുന്നത്? ഒരു ഓക്കെ ആക്ടറിൽ നിന്ന് ഒരു നല്ല ആക്ടറിലേക്കുള്ള തുടക്കം, അങ്ങനെയൊക്കെ വേണമെങ്കിൽ ഈ സിനിമയെ ഡിഫൈൻ ചെയ്യാം. പക്ഷെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ആക്ടിങ് ട്രെയിനിങ് മാത്രമല്ല, അതിനപ്പുറത്ത് ഞങ്ങളുടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഗിവ് ആൻഡ് ടേക്കിൽ സംഭവിക്കുന്നത് നമുക്കും നമ്മുടെ പല ഇമോഷണൽ ട്രോമാസിനെയും നമ്മൾ ഓവർകം ചെയ്യുന്നു. ആസ് എ ഹ്യൂമൻ ബീയിങ്സ് നമുക്ക് ഉണ്ടാവുന്ന മാറ്റങ്ങൾ, പെർസ്പെക്റ്റീവ്സ് മാറും, ഇമോഷൻസും ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്, ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അടിപൊളി. ഞാൻ ആക്ച്വലി ഈ ഒരു സിനിമയിൽ വേറെ ശ്രദ്ധിച്ചിട്ടുള്ളതാണ് ചന്തുവിൻ്റെ ക്യാരക്ടർ. ആക്ച്വലി ആ ഒരു ലാസ്റ്റ് ആ ഒരു ടീസറിൽ കണ്ട സംഭവം ഉണ്ടല്ലോ, എനിക്കിപ്പോഴും ഞാനതിപ്പോഴും മുന്നേ കുറച്ച് നേരം കൂടെ കണ്ടിട്ട് ചിരിക്കുകയായിരുന്നു. അപ്പോൾ ആളുടെ കൂടെ ആളിപ്പോൾ സിനിമയിലോട്ട് വന്ന് ഇപ്പോൾ മഞ്ഞുമയിൽ കഴിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ വന്നുകൊണ്ട് നല്ലോണം ഇരിക്കുകയാണ്. അപ്പോൾ ഭയങ്കര തിരക്കായി പോയി. ഞങ്ങള് ലീവൊക്കെ എടുത്ത് വന്ന, പക്ഷെ ചന്ദന് വരാൻ പറ്റിയിട്ടില്ല. സുരേഷൻ എല്ലാരും തിരക്കില്ല, കുഞ്ഞും കൂടും. ഇതും കൂടി വന്നു കഴിയുമ്പോ ആണ്. അപ്പൊ ആളുടെ കൂടെയുള്ള ഇതെങ്ങനെയായിരുന്നു ചന്തുവിന്റെ ഒരു? ചന്തു ഈ പടത്തിലാണ്? അതെ, ഈ ഒരു പടത്തില് അടിപൊളിയാണ്. കാരണം പടം കണ്ടല്ലോ അത് കറക്റ്റ് പറയാൻ പറ്റുന്ന ഒരു ഭയങ്കരമായിട്ട് സലീമേട്ടനെ റിമൈൻഡ് ചെയ്യുന്നുണ്ട്. ഞാൻ മഞ്ഞുമേലിന്റെ സത്യത്തില് ആ ഒരു കണ്ണാട വെച്ച് നിൽക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ വന്നൊരു കാര്യം എല്ലാവർക്കും കൂടെ തോന്നിയിട്ടുണ്ടാവും, മണവാളൻ. അത് ഫിലിമിൽ കാണുന്നതിന്റെ അപ്പുറത്ത് അവന്റെ കൂടെ വെറുതെ ഇരിക്കുമ്പോഴാണ് അതിനെക്കാട്ടി കൂടുതൽ സലീമേട്ടൻ. എനിക്ക് തോന്നിയിട്ടുള്ളത് സലീമേട്ടന്റെ സാഡ് ഐസ് ആണ്, പക്ഷെ ഭയങ്കര ഹ്യൂമർ ടൈമിംഗ് ആണ്. അത് ഭയങ്കര രസമുള്ള ഒരു കോമ്പിനേഷൻ ആണ്. ഇവനും അങ്ങനത്തെ കുറെ ട്രേറ്റ്സ് ഉണ്ട്, സലീമേട്ടന്റെ കുറെ ട്രേറ്റ്സ് ഉണ്ട്. നല്ല ഹ്യൂമർ ടൈമിംഗ് ആണ്, എന്നാൽ അവന് ഇമോഷണൽ സാധനങ്ങളും നന്നായിട്ട് ചെയ്യാൻ പറ്റും ഉറപ്പായിട്ടും. നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഇങ്ങനെ കൂടാണ് ആളെ കുറിച്ച് അല്ലേ. ഈ സിനിമയിൽ പ്രധാനമായിട്ടും ഈ സിനിമയിൽ അവൻ ഒരു ഫാൻ ബോയ് ആണ് ഭയങ്കര. പക്ഷെ ആ ഫാൻ ബോയുടെ ആയിട്ടുള്ള ഒരു കോൺവെർസേഷൻ ഒക്കെ ഉണ്ട്. ആ കോൺവെർസേഷനിലൊക്കെയാണ് ഇവനെ തന്നെ തിരിച്ചറിയണം. അതായത് ഡേവിഡ് പടിക്കൽ, ഓക്കെ, ഇവൻ അത് അത്രയും ഇവനിൽ ഒരു ചെറിയൊരു മൊമെന്റ് ഉണ്ട്, ഒരു എൻലൈറ്റ്മെന്റ് മൊമെന്റ് ഉണ്ട്. അത് ഇവൻ പറയുന്നതിൽ നിന്നാണ് തുടങ്ങുന്നത്. ഓ നൈസ്. ഇപ്പോ നമുക്കിതിൽ കണ്ട പോലെ തന്നെ ടൊവിക്കും ഇപ്പൊ സൗബിക്കൊക്കെ ആണെങ്കിലും ഒരുപാട് ഫാൻ പേജസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ആരെങ്കിലും വന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇങ്ങനെയല്ല, പക്ഷെ ആരെങ്കിലും ഒന്ന് ഫോളോ ചെയ്യോ ചേട്ടാന്നൊക്കെ? അതിനേക്കാളൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് സിനിമയിൽ ഇങ്ങനെ വന്നിങ്ങനെ നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ ഡെയിലി നമ്മൾ നോക്കുമ്പോൾ അറിയില്ല. പക്ഷെ നമ്മളൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ലോകത്ത് ഇത്രയും ഒരു അൺകണ്ടീഷണൽ ലവ് അനുഭവിക്കാൻ പറ്റുന്ന വേറെ ഏതെങ്കിലും ഒരു പ്രൊഫഷൻ ഉണ്ടോ എന്നെനിക്ക് അറിയില്ല. അങ്ങനത്തെ കുറെ എക്സ്പീരിയൻസസ് ഉണ്ട്. പിന്നെ ഒരുപാടുണ്ട്. പല സമയത്ത് നമ്മൾ തന്നെ ഇപ്പൊ കേരളത്തിൽ മാത്രമല്ല പുറത്താണെങ്കിലും നമ്മൾ പോകാൻ നേരത്ത് അവരുടെ മുഖത്തുള്ള വ്യത്യാസം നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ള അവർ കണക്ട് ചെയ്യുന്ന നമ്മളെ ക്യാരക്ടർ അല്ലേ, ചിലപ്പോൾ അതായിരിക്കും ഫസ്റ്റ് വിളിക്കുന്നത്. അപ്പൊ അതിൽ തന്നെ നമുക്ക് ഞാൻ മിക്ക സ്ഥലത്തും ക്രൗഡിന്റെ അടുത്താണ് പല സമയത്തും എനിക്ക് ചില സമയത്തും മാറിപ്പോകാറുണ്ട് ഞാനൊരു ആക്ടറാന്നുള്ള കാര്യം.
അല്ലെങ്കിൽ ഞാൻ ഫിലിമിൽ വർക്ക് ചെയ്യണം, എനിക്ക് പെട്ടെന്ന് ഞാൻ അവരെ കണ്ട് അവരെന്താണ് എന്നെ ഇങ്ങനെ നോക്കണം. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി മറ്റാളാണല്ലേ. അല്ല അത് ശരിക്കും ഉള്ളതാണ്. നമ്മളിപ്പോ പുറത്തുനിന്ന് നോക്കുന്നവർക്കല്ലേ നമ്മൾ ആക്ടേഴ്സ്, നമുക്ക് നമ്മളാണല്ലോ. നിങ്ങളൊക്കെ അറിയുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് ഞങ്ങളറിയാലോ, മറ്റാരെക്കാളും നമുക്ക് നമ്മളറിയാലോ. അതെ, ആ സംഭവമാണ്. എനിവേസ്, നടികറിന്റെ ഒരു പോസ്റ്റർ ഇതൊക്കെ കാണുന്ന സമയത്ത് ജീൻലാലിന്റെ ഒരു ഹണി ബി എനിക്ക് പെട്ടെന്ന് മനസ്സിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും ഒരു ചെറിയൊരു റിസംബ്ലൻസ് ആ ഒരു സിനിമയായിട്ടുണ്ടോ? ഓ, ആ സിനിമ റിസംബ്ലൻസ് ഒന്നും ഇല്ല. ആളൊരു ജോണർ പിടിച്ച പോലെ, കാരണം ഭാവന, ബാലു എന്നുള്ള ആ ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ വരുവാണ്. ആൻഡ് ബാലുവിന്റെ ക്യാരക്ടറിൽ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോവിയുടെ പുറകില് മേക്കപ്പ് മാൻ ആയിട്ടാണ്, അസിസ്റ്റന്റ് ആയിട്ടാണ്. മനസാക്ഷി സൂക്ഷിപ്പുകാരൻ. ഓ, എങ്ങനെയുണ്ടായിരുന്നു ആളുടെ കൂടെ? നിങ്ങൾ ഞാൻ ഫ്രണ്ട്സ് ആണല്ലോ. ഇതിലെ കൂടുതൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഫിലിമിന്റെ ഉള്ളിൽ തന്നെ ഒരു കഥ ആയതുകൊണ്ട് ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ നമുക്കറിയാലോ നമ്മുടെ കൂടെയുള്ള അസിസ്റ്റൻസോ അല്ലെങ്കിൽ ബാക്കിയുള്ള അസിസ്റ്റൻസ് എങ്ങനെയാണ് ചെയ്യുന്നത്. അതേപോലെ എല്ലാവരുടെ ക്യാരക്ടേഴ്സ് ഓൾറെഡി ഒരാളെന്നുള്ളല്ല പല പല രീതിയിലുള്ള കാര്യങ്ങൾ കുറേ പേരിലുണ്ടല്ലോ. അറിയാലോ അല്ലേ? അതുകൊണ്ട് ഇതിനകത്ത് നമ്മളുടെ എഡിറ്ററാണ് ഇതിനകത്ത് സിനിമാറ്റോഗ്രാഫറായിട്ട് അഭിനയിച്ചേക്കുന്നത്. അപ്പൊ മറ്റേ കട്ടറെടുത്ത് മാറ്റി. അപ്പൊ ഈ എഡിറ്റർ എപ്പോഴും പണ്ട് മുതലേ ലൊക്കേഷനിൽ വരുമ്പോ സിനിമാറ്റോഗ്രാഫർ ചെയ്യുന്നത് കണ്ടിട്ടുണ്ടാവും. അതേ അങ്ങനെയാണല്ലോ ഇൻസ്പിറേഷൻ എടുക്കുന്നത്. അതെ, തീർച്ചയായിട്ടും. അതുപോലെ ഭയങ്കര രസമായിട്ട് അതുകൊണ്ട് കുറേ ഫൺ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ കുറേ നാളായിട്ട് ഇവർ കാണുന്നതുകൊണ്ട് തന്നെ നമുക്ക് അതൊക്കെ ആഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് തന്നെ നല്ല രീതിയിൽ ഫണ്ടായിട്ടുണ്ട്. പടത്തിൽ ഞാൻ പടം ഒന്ന് ഞാൻ കുറച്ച് കണ്ടു നോക്കിയായിരുന്നു. അതിന്റെ കംപ്ലീറ്റ്ലി തീർന്നതല്ല, കംപ്ലീറ്റ്ലി തീർന്ന സിനിമയായിട്ടല്ല, അതിന്റെ വർക്ക് നടക്കുന്ന പ്രോസസ് ഡബിങ് കഴിഞ്ഞിട്ടും ഞാൻ സിനിമയായിട്ട് കണ്ടു. അപ്പൊ അതിനകത്ത് ഈ സിനിമയിൽ ഉണ്ടാവുന്ന എല്ലാ ഇവന്റ്സും നമുക്ക് സിറ്റുവേഷൻ നല്ല സിറ്റുവേഷൻ ആണ് അല്ലെങ്കിൽ രംഗം വഷളാവുന്നു എന്നൊക്കെ ഉള്ളത് സുരേഷനും ബാലുവും തമ്മിലുള്ള നോട്ടത്തിൽ ബാലുവിന്റെ അവര് പുറത്തേക്കില്ല, ഷോന്റെ അകത്തല്ല അവർ ഷോട്ട് കണ്ടോണ്ടിരിക്കുന്ന അവർക്ക് മനസ്സിലായി പണി. ഞാനും അസിസ്റ്റന്റ് ഡയറക്ടറൊക്കെ ആയിരുന്നു, അപ്പൊ ഞങ്ങൾക്കും അതൊക്കെ അറിയാം. നമ്മളും പുറത്തുനിന്നാണ് ഇത് കാണുന്നത്. അപ്പൊ അതൊക്കെ ഭയങ്കര രസമായിട്ട് എല്ലാവർക്കും. ബാലുവിന്റെ ആണെങ്കിലും ഭയങ്കര എക്സ്പ്രസീവ് ആണ്. ബാലുവിന്റെ മുഖം വെച്ചിട്ട് ഇങ്ങനെ കാണിച്ചാൽ മതി, അപ്പൊ റിയാക്ഷൻ തരും. റിയാക്ഷൻ കിങ് ആണ്. റിയാക്ഷൻ ആള് മഞ്ഞുമേലായാലും ആള് ഭയങ്കര നമ്മൾ വിചാരിച്ചിട്ടുണ്ടാവും ഇങ്ങനെ കുറച്ച് ഓവറായിട്ടൊക്കെ കാണിക്കണ്ട. പക്ഷെ റിയൽ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാല് ഈ ബാലു ചെയ്തതിനെ കാട്ടി ഓവറാ റിയൽ ക്യാരക്ടർ. ബാലു പിന്നെ എത്ര അത് അവരോടൊന്ന് ഒരു ദിവസം ഒരു ഇന്റർവ്യൂ ഇരുന്നാൽ മനസ്സിലാവും. ആണോ? അതെ 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 അതെ, എന്തായാലും കണ്ടിട്ടുണ്ടായിരുന്നു ഒരുപാട്. അമേസിങ്. അപ്പൊ ഈ ഒരു കോമ്പിനേഷൻ ആദ്യമായിട്ടാണ് സൗബിക, ടോവിനോ, ഭാവന. അപ്പൊ നിങ്ങൾ എല്ലാവരും കൂടെ വരുമ്പോൾ ഞങ്ങളുടെ എല്ലാവരുടെയും ആസ് എൻ ഓഡിയൻസ് എല്ലാവരുടെ മനസ്സിലോട്ടും വരുന്നത് ജീൻലാലിന്റെ മൂവി എന്നുള്ളതാ. ഞാനിങ്ങനെ ആക്ച്വലി ഓണസ്റ്റ്ലി സ്പീക്കിംഗ് നടികറിന്റെ ലാസ്റ്റില് ലാൽ ജൂനിയർ എന്ന് എഴുതി കാണിച്ചപ്പോൾ ഞാൻ ഇത് സിനിമ പേരായിരിക്കും, ഇനി ലാൽ ജൂനിയർ ഡയറക്റ്റഡ് ബൈ എന്നിങ്ങനെ എഴുതി കാണിക്കുമല്ലോ. അതെ. അപ്പോൾ ആദ്യം കാണുന്ന സമയത്ത് കേട്ടോ, ആദ്യം പോസ്റ്റർ റിലീസ് ചെയ്യുന്ന സമയത്ത് അപ്പോഴാണ് മനസ്സിലായത് ആളുടെ ഒരു പ്രൊഡക്റ്റ് ആൾ ഇറക്കും. ഇപ്പോൾ ഡ്രൈവിംഗ് ലൈസൻസ് ആണെങ്കിലും ഇപ്പോൾ ഐ എം ടോണി ആ ഒരു മൂവി ആണെങ്കിലും എല്ലാത്തിനും ഹണീബി ആണെങ്കിലും ആളുടെ ഒരു പ്രൊഡക്റ്റ് ഇറക്കും. അപ്പോൾ ഫൈനലി നിങ്ങൾ ചെയ്ത് വെച്ചിട്ടുള്ളത് കാണുമ്പോൾ എന്താണ് അത് ഈ ഒരു മൂവിക്ക് നിങ്ങൾക്ക് പറയാനുള്ളത്? ജീൻലാൽ പ്രൊഡക്റ്റ് ടിക്ക് മാർക്ക് ഒന്ന് കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാലോ. പിന്നെ ഉറപ്പായിട്ടും ഉറപ്പായിട്ടും നല്ല പച്ച വരയില് ജീന്റേതായിട്ടുള്ള ഒരു രീതിയിൽ ഭയങ്കരമായിട്ട് ഈ സിനിമേനെ എനിക്ക് ബാലു വഴിയാണ് ജീനെ പരിചയം. മുമ്പ് കുറെ നാൾ മുമ്പേ പരിചയമുണ്ട്. അത് കഴിഞ്ഞ് ഈ സിനിമയുടെ കഥ നമ്മളൊരു 2021 പകുതി മുതൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അപ്പൊ ആ സമയം മുതൽ ഇപ്പോൾ വരെ നമ്മൾ ഡിസ്കഷൻസിന് ഇരിക്കുമ്പോൾ ഒക്കെ ജീന് നല്ല ധാരണയുണ്ട്. ജീൻ്റെ ക്യാരക്ടേഴ്സ് ജീന് ഐഡിയൽ ആവണമെന്നില്ല, പക്ഷെ യുണീക്ക് ആവുന്നത് ജീൻ്റെ അങ്ങനത്തെ ആ തോട്ട് പ്രോസസ് കൊണ്ട് തന്നെയാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. നമുക്കൊക്കെ നല്ല സ്പേസും തരും, അതേസമയം കൺട്രോൾഡും ആണ്. കൺട്രോൾഡ് ആസ് ഇൻ ക്യാരക്ടറിന്റെ ഔട്ടായി പോവാതിരിക്കാൻ നമ്മളൊരു യൂഷ്വൽ റിയാക്ഷൻസിനേക്കാളും അല്ലെങ്കിൽ ഒരു യൂഷ്വൽ സീൻ സ്ട്രക്ചറിനേക്കാളും ചിലതൊക്കെ നല്ല വ്യത്യാസമുണ്ട്. ഇപ്പോൾ സിനിമയ്ക്കുള്ള സിനിമ പറയുന്ന സമയത്താണെങ്കിലും അത് സ്കോപ്പ് യൂസ് ചെയ്തേക്കുന്നത് ഭയങ്കര രസമുണ്ട്. പിന്നെ ഒരു സിനിമ ഷൂട്ടിങ് നടക്കുന്ന ആ പ്രോസസ്സ് മൊത്തം അത് കാണിക്കുമ്പോൾ അത് ബോറടിക്കാൻ പാടില്ല. ആക്ച്വലി ഷൂട്ടിംഗ് പ്രോസസ്സ് കണ്ടുകൊണ്ട് നിങ്ങൾക്ക് എത്ര സമയം നിൽക്കാൻ പറ്റും? ഭയങ്കര ബോറിംഗ് ആണ്. ഇതിൽ ഭയങ്കര രസമായിട്ടുള്ള കുറേ സൗണ്ട്. ഇപ്പം നമ്മളിപ്പോൾ സീൻ ഷൂട്ട് ചെയ്യുന്നത് പക്ഷെ പുറകിൽ ബാക്ക്ഗ്രൗണ്ടിൽ
സിനിമ ക്രെയിൻ അങ്ങോട്ട് പോകുന്നുണ്ട്, മറ്റേ ട്രാക്ക് കൊണ്ടുണ്ട്, ലൈറ്റ്. അപ്പോൾ അതിൻ്റെ കുറേ കോമഡികളും ഒരു ഫ്രെയിമിൻ്റെ അകത്ത് കാണിക്കാതെ തന്നെ നമുക്ക് ഇതിൽ കിട്ടും. ഭയങ്കരമായിട്ട് കണക്ട് ആവും. കാരണം ഇത്ര കഷ്ടപ്പാടും ഉണ്ട് ഉള്ള അതും കൂടി എല്ലാ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതെല്ലാം ഒരു ഫ്രെയിമിൻ്റെ അകത്ത് വന്നിട്ടുണ്ട്. അതിനുവേണ്ടി സെപ്പറേറ്റ് എടുത്ത് കാണിക്കാണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് മൊത്തത്തിൽ ഈ പരിപാടി ഭയങ്കര ഹാർഡ് വർക്കാണ് അത് ചെയ്തിരിക്കുന്നത്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇവിടെ ഒരു ഫിലിം നടക്കുമ്പോൾ ആ ഫിലിമിന്റെ ഷൂട്ടിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ നടക്കുന്ന വേറൊരു ഫിലിമിന്റെ അതും മൊത്തത്തിൽ നമ്മളൊരു സിനിമ മിക്കപ്പോഴും നമ്മളാണല്ലോ ഇന്റർവ്യൂസിന് വന്നിരിക്കുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിലൊക്കെ ഉണ്ടെങ്കിൽ നമ്മളായിരിക്കും ഫേസ് ആയിട്ട് നിൽക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും വിചാരിക്കും പെട്ടെന്ന് ഒരു ക്യാമറ ഓൺ ആക്കി വെച്ച് നടന്മാരും നടിമാരും അഭിനയിച്ചാൽ മാത്രം മതി. പക്ഷെ ഇതിൽ പ്രോസസ് എന്ന് പറയുന്നത് ഇത് ഒരിക്കലും ഒരു സിംഗിൾ ആർട്ട് ഫോം അല്ല, ഒരു കളക്റ്റീവ് ആർട്ട് ഫോമാണ്. കുറേ എണ്ണമുണ്ട്, ടെക്നിക്കൽ ആയിട്ടുള്ളതും ക്രിയേറ്റീവ് ആയിട്ടുള്ളതും പലതും ഉണ്ട്. ഇപ്പോൾ സിനിമാറ്റോഗ്രാഫി ഡിപ്പാർട്ട്മെന്റിൽ ക്യാമറമാൻ മാത്രമല്ല, ഈ ലൈറ്റ് ചെയ്യുന്ന ആൾക്കാർ മുതൽ അസോസിയേറ്റ് ക്യാമറമാൻ ഉണ്ടാവും, അസിസ്റ്റൻസ് ഉണ്ടായിരിക്കും, പിന്നെ ഈ ക്യാമറ അസിസ്റ്റന്റ് എന്ന് പറഞ്ഞിട്ട് വേറെ ഉണ്ടാവും. അങ്ങനെ കുറേ പേരുണ്ടാവും. മാത്രം സെപ്പറേറ്റ് ആളുണ്ട്. പിന്നെ കോസ്റ്റ്യൂം ഡിസൈനർ എന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂം ഡിസൈനർ മാത്രമല്ല, തയ്ക്കുന്നവരുണ്ടാവും, അങ്ങനത്തെ ഡിസൈനർ ഉണ്ടാവും, തയ്ക്കുന്ന ആളുണ്ടാവും, അങ്ങനെ കുറേ ഉണ്ടാവും. മേക്കപ്പിലാണെങ്കിലും സ്പെഷ്യൽ എഫക്ട്സ് ചെയ്യുന്ന ഒരാളുണ്ടാവും, അതല്ലാതെ ബേസിക് ടച്ചപ്പ് ചെയ്യുന്ന ആളുണ്ടാവും, അങ്ങനത്തെ ഉണ്ടാവും. പിന്നെ എന്ത് ലുക്കാണ് അത് തീരുമാനിക്കാൻ ഒരാളുണ്ടാവും. ഇതേപോലെ ഓരോ ഡിപ്പാർട്ട്മെന്റും സബ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് ഒരുപാട് വർക്കുണ്ട്. അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് തന്നെ എന്ന് വെച്ചാൽ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കും ആർട്ട് ഡിപ്പാർട്ട്മെന്റിന്റെ എല്ലാ വർക്കുകളും നോക്കുന്നത്. ആർട്ട് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞാൽ അവിടെ നമ്മളൊരു സെറ്റ് ഇട്ട് കഴിഞ്ഞാൽ ആർട്ട് ഡയറക്ടർക്കും കൂട്ടുകാർക്കും വീട്ടിൽ പോകാൻ പറ്റില്ല. പിന്നെ അവിടെ നിന്നിട്ട് ഓരോ പ്രോപ്പർട്ടി, ഒരു ചെറിയ പേനയാണെങ്കിൽ പോലും, ഒരു ഫ്ലവർ വേസ് ആണെങ്കിൽ പോലും, ഇതെല്ലാം ഉണ്ടാവും. ഷോർട്ടിന് തൊട്ടുമ്പോൾ ചിലപ്പോൾ അത് വേണ്ട, നമുക്ക് അതിനൊരു വേറെ എന്തെങ്കിലും പറ്റുമോ, ചിലപ്പോഴേക്കും അവിടെ നിന്നായിരിക്കും മാറുന്നത്. സെക്കൻഡിൽ അടുത്ത പരിപാടി ക്രിയേറ്റ് ചെയ്യണം. ഇത് ഭയങ്കര ഒരു ടീം വർക്ക് കൊണ്ട് മാത്രമേ നല്ല സിനിമകൾ ഉണ്ടാവുള്ളൂ. ശരിക്കും ഇപ്പം നമ്മളിപ്പോൾ സംസാരിക്കുന്നത് തന്നെ നമ്മൾ 3 പേരേ ഉള്ളൂ. പക്ഷെ നമ്മൾ ചുറ്റും ബാക്കി 140 പേരുണ്ട് ഫിലിം ഷൂട്ട് ചെയ്യുമ്പോൾ. ഈ 140 പേരെ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് നമ്മൾ ഈ പടത്തിലുള്ള ചില സീനുകൾ എടുത്തിരിക്കുന്നത്. അപ്പം അത് കാണാനായിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. ഇതില് പോസ്റ്ററിൽ ഷൈൻ ഓൺ യുവർ ക്രേസി ഡയമണ്ട്, ഡേവിഡ് പടിക്കലിന്റെ ആ ഒരു ഇതുണ്ട്. ടോവിനോ എങ്ങനെയായിരിക്കും ഒരു ഓട്ടോഗ്രാഫ് കൊടുക്കുക, എന്തായിരിക്കും മെയിൻ ആയിട്ടുള്ളത്? അപ്പോൾ ഇത് വാട്ട് ഈസ് യുവർ മെയിൻ തിങ്? ഞാൻ വിത്ത് ലവ് ടോവിനോ, മെയിൻ ആയിട്ടുള്ള അത് സ്നേഹമാണ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. കാര്യം നമുക്ക് ഇങ്ങോട്ടും സ്നേഹം കിട്ടുന്നുണ്ട്. അതാണ് ഓട്ടോഗ്രാഫ്. പിന്നെ ഓട്ടോഗ്രാഫിനേക്കാളും എനിക്കത് ഭയങ്കര ചമ്മലാറില്ല ഓട്ടോഗ്രാഫ്. ഇതൊക്കെ നിങ്ങൾ വെറുതെ സ്കൂളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ മാത്രമാണ് ഓട്ടോഗ്രാഫ് വരുന്നത്. സ്കൂളുകളിലൊക്കെ കുട്ടികൾ ബുക്സും പേനായിട്ടല്ലേ വരുന്നത്, കാരണം അവരിൽ ഫോണില്ലല്ലോ. നേരത്തെ സൗബിക്ക് പറഞ്ഞാൽ നമുക്ക് നമ്മളെ അങ്ങനെ കാണാൻ പറ്റാത്തതിന്റെ ഭയങ്കരമായിട്ടുള്ള പ്രശ്നമുണ്ട്. ഒരു എനിക്ക് ഭയങ്കര ചമ്മലാണ് ആരെ കാണാണ്ടൊക്കെ. വേറെ ഒന്നുമില്ലെങ്കിൽ നമ്മുടെ കൂട്ടുകാർ കളിയാക്കും. നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ടല്ലോ സിനിമയിൽ ഇല്ലാത്തവര്, അവര് കളിയാക്കും. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഫോട്ടോ എടുത്താൽ പോരെ. ഇല്ല ചേട്ടാ ഫോണില്ല, ഞാൻ എൻ്റെ ഫോണിൽ അച്ഛൻ നമ്പർ സെൻഡ് ചെയ്ത് തരാം, എല്ലാവരും നോക്കണമെന്ന്. അതെ. കിരീടം എന്ന് പറഞ്ഞ പ്രൊമോ സോങ് കണ്ടിരുന്നു. അതിൽ സൗബിക്കയുടെ ഡാൻസ് സ്റ്റെപ്പ് ഒക്കെ കണ്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു? അത് സെറ്റ് ഇട്ടതല്ലേ? അതെങ്ങനെയായിരുന്നു? ഫ്ലോറാണ്. ഓക്കെ, അതെങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? ഡാൻസ് ഒക്കെ അടിപൊളിയാണ്. പെട്ടെന്ന് പഠിച്ചു ഞാൻ. എനിക്ക് അധികം ഒന്നും പറഞ്ഞു കൊടുക്കേണ്ടി വന്നില്ല. അങ്ങനെ പെട്ടെന്നായിരുന്നു. അവർ പറഞ്ഞ് തെറ്റി ചെയ്താൽ മതി എന്ന് പറഞ്ഞോളൂ. ഞാൻ അത് കറക്റ്റായിട്ട് ചെയ്തിട്ടുണ്ട്. തെറ്റി അവിടെ അങ്ങനെ ക്യാരക്ടർ ഉണ്ടെന്ന് പറഞ്ഞാൽ ക്യാരക്ടർ അങ്ങനെയാണല്ലോ. അല്ലല്ലോ, വെറുതെ അങ്ങനെ അങ്ങനെ ഒന്നും ഇല്ലല്ലോ. ഇഷ്ടം. എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി ഇതില് ടോവിയുടെ ടീസറിൽ ഇത് കണ്ടപ്പോ, ഇപ്പൊ വർഷങ്ങൾക്ക് ശേഷം ട്രെൻഡിങ് ആയിട്ട് വിനീതേട്ടന്റെ പടം പോയിക്കൊണ്ടിരിക്കുക. അതില് നിവിൻ ചെയ്ത ക്യാരക്ടറില്ലേ, നിതിൻ മോളിയുടെ എവിടേക്കോ ഒരു സമയം ആ പടം പൊട്ടി എന്ന് പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും എന്നാലും ഞാനൊരു സൂപ്പർ സ്റ്റാർ അല്ലേടാ എന്നൊക്കെ ചോദിക്കണ ഒരു സംഭവം ഉണ്ടല്ലോ. അങ്ങനത്തെ കുറെ എന്താ നന്മയുള്ളൊരു
ആളുമാണ്. കാരണം ഭയങ്കര പാവം തോന്നും നമുക്ക് കുറെ കഴിഞ്ഞാൽ. അതായത് ചില വലിയൊരു സമയത്ത് കുട്ടി അയ്യോ പാവടാ. പാവം തോന്നും. വലിയൊരു കുട്ടി. അതാണ് നമ്മൾ ഈ ക്യാരക്ടറിന്റെ എന്താ വെച്ചാല് ഇവൻ ആ ചോദിക്കുന്നത് തന്നെ എന്തൊരു അബദ്ധമാണ്. റീസെന്റ് 2-3 പടം പൊട്ടിന്ന് വെച്ചാൽ ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ, അപ്പൊ തന്നെ മനസ്സിലാക്കിവിടും അവൻ അത്രേ ഉള്ളൂ. അങ്ങനെ അല്ലാതെ അവൻ ഭയങ്കര ഒരു ഈവിൾ ആയിട്ടുള്ള ഒരാളൊന്നുമല്ല. പക്ഷെ കയ്യിലിരിപ്പൊക്കെ ഇച്ചിരി പ്രശ്നമാണ്. അങ്ങനെയാണ് ഈ ക്യാരക്ടർ. നമ്മൾ ഈ ഡേവിഡ് പടിക്കൽ എന്നുള്ള ക്യാരക്ടറിന് ഒരേ സമയം നമുക്ക് ഇവൻ ഭയങ്കര അലമ്പാണല്ലോ എന്ന് തോന്നുകയും അതേസമയം പാവം എന്നും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ റൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കൂടുതൽ സീൻ അഭിനയിക്കുമ്പോൾ തന്നെ അതിൽ ക്യാരക്ടറായിട്ട് അഭിനയിക്കുമ്പോൾ തന്നെ അതിൽ കുറെ സാധനം കാണുമ്പോൾ തന്നെ നമ്മൾ നോക്കും, ഓഹോ അങ്ങനെ ഉണ്ടായില്ലേ. അത് നമ്മള് അതായത് ഈ ഡയലോഗില്ലേ, ഇത് നമ്മൾ ആരോടും പറയാത്ത ഡയലോഗാണ് ശരിക്കും. റീസെന്റ് 3 പടം പൊട്ടി വെച്ചിട്ട് ഞാൻ ഒരു സൂപ്പർ സ്റ്റാർ അല്ലേ, അത് ഭയങ്കര ഫണ്ണിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അന്ന് ആലോചിച്ചൊക്കെ ടോവി അങ്ങനെ ആരോടെങ്കിലും പറയാനുള്ളൊരു കാര്യം. അത് എന്നെ സംബന്ധിച്ചിടത്തോളം അത് ഭയങ്കര ഫണ്ണിയാണ്. പക്ഷെ ഡേവിഡ് പടിക്കൽ അത് ഭയങ്കര സീരിയസ് ആയിട്ടാണ് പറയുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ ക്യാരക്ടറിനെ ഇൻസിഡന്റിലാണോ അത് പറയണേ? എന്നാലും നമ്മൾ ചിരിച്ചു പോകും. അത് അങ്ങനെ അതാണ് പറയുന്നത്. നമ്മള് ഈ ക്യാരക്ടറിനെ പറ്റിയിട്ടും ഈ സിനിമനെ പറ്റിയിട്ടും വളരെ പറയുന്ന ഒരു ഗതികെട്ട സൂപ്പർ സ്റ്റാറിന്റെ കരളിയിക്കുന്ന കഥ ഹാസ്യത്തിന്റെ മേമ്പൊടിയിൽ ഒരു സമയത്ത് ഇങ്ങനെ ഒരു പൊട്ടൽ തുടങ്ങി കഴിഞ്ഞപ്പോ ഇൻസൾട്ടോട് ഇൻസൾട്ട് ആണ് ചില സമയത്ത്. പാവം തോന്നും എല്ലാവർക്കും. പക്ഷെ അതേസമയം കഴിഞ്ഞപ്പോ മൊത്തം പ്രശ്നമാണ്. അങ്ങനത്തെ അത് കഴിഞ്ഞ് നമ്മള് പാർട്ടി ആ സംഭവമൊക്കെ ചെയ്യുന്ന അതും കൊള്ളാം. പിന്നെ പാവപ്പെട്ട ഒരു സൈഡും കൂടി ഉണ്ട് ആൾക്ക് അല്ലെ. പാവപ്പെട്ട സൈഡ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയുള്ള പാവം നമുക്ക് പാവം തോന്നും. അത് നമ്മളെ ഇപ്പൊ സൊസൈറ്റിയുടെ നോംസിൽ നിൽക്കുന്ന ഈ ലഹരി ഉപയോഗിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇതൊക്കെ ഇവൻ ചെയ്യുന്നുണ്ട്. ആ നോംസിനെതിരായിട്ടുള്ള കുറെ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ അൾട്ടിമേറ്റ്ലി ഇവനെ ഒരു ആസ് എ പേഴ്സൺ നോക്കുന്ന സമയത്ത് ഇതൊന്നും ചെയ്യാത്ത ദുഷ്ടന്മാരെ നമുക്കറിയാം. അപ്പൊ അത് കാരണം കൊണ്ട് ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു പാവമാണ് എന്ന് തോന്നുന്നു. ഇതൊന്നും ചെയ്യാത്ത വെജിറ്റേറിയൻ ദുഷ്ടന്മാരൊക്കെ അങ്ങനെ എന്താണ് വെജിറ്റേറിയൻ ദുഷ്ടന്മാർ, അത് അടിപൊളിയായിരുന്നു. നമ്മള് ഹിറ്റ്ലറോ അങ്ങനെ ആരും വെജിറ്റേറിയൻ ആണെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു ഭയങ്കര അങ്ങനെ ഒന്നുമില്ല, അതില്ല ഇതില്ല, കള്ളു കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, ആരോ ഒരാളെ പറ്റിട്ട് എന്റെ അടുത്ത് ഒരാൾ പറഞ്ഞു സിനിമയിലുള്ള പഴയ ഒരാളേട്ടാ പഴയ ഒരാൾ പറഞ്ഞു സിനിമയിൽ എന്നുള്ള ഒരാള് സിനിമയിലുള്ള വേറൊരാളെ പറ്റിട്ട് എന്റെ അടുത്ത് പറഞ്ഞു, പണ്ടത്തെ ആളേട്ടാ പറഞ്ഞു കഴിഞ്ഞാല് കള്ളു കുടിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, പൊടി വലിക്കില്ല, ഒന്നുമില്ല, പക്ഷെ എന്താ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട്. അങ്ങനെയുണ്ട്. ഇപ്പോൾ സൗവികയുടെ ക്യാരക്ടർ പറഞ്ഞു ചെറുതായിട്ട് റൈവൽറി ഉള്ള ഒരു ക്യാരക്ടർ ആണെന്ന് പറഞ്ഞു. ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇതാണ്. ക്യാരക്ടറിനെ കുറിച്ച് പറയുക എങ്ങനെയാണ്? ഈ ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് അല്ല ഒരേ ടീമാണ്, പക്ഷെ അതിൽ കാണുമ്പോൾ കുറച്ച് ഓപ്പോസിറ്റ് ആയിട്ട് തോന്നുന്നു. സിറ്റുവേഷനിൽ ചില സമയത്ത് മാറിപ്പോണോ. ഓ മാഷും ശിഷ്യനാണ്. ഓ ഓക്കെ. അപ്പൊ ക്യാരക്ടർ എങ്ങനെയുണ്ടായിരുന്നു ഒക്കെ ചെയ്യുമ്പോൾ? എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ചിലപ്പോൾ എന്താ നമ്മുടെ ഉദയനാഥാരമാണെങ്കിൽ പോലും അതിൽ അമ്പിളിച്ചേട്ടനെ പോലത്തെ ഒരു അങ്ങനെ ഫുൾ ടൈം കോമഡി അങ്ങനത്തെ ഒരു ക്യാരക്ടറല്ല. ഇതിൽ കുറച്ചും കൂടി സീരിയസ് ആയിട്ട് വരുന്ന ഒരാളാണ്. ഇവന് ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവുന്നത് ഈ ക്യാരക്ടർ കാരണം കൊണ്ടാണ്. നല്ലത് കേട്ടോ, എടുത്തു പറയണം കേട്ടോ, മോശമുണ്ട് കേട്ടോ, രണ്ടുമുണ്ട്. പക്ഷെ അത് ഇതിൽ എനിക്ക് തുടക്കം തന്നെ ഞാൻ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് സീരിയസ് ആയിട്ട് തന്നെ പോട്ടെ എന്നുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പക്ഷെ ആ സീരിയസ് ചെയ്യുമ്പോൾ തന്നെ കുറെ കോമഡി ഉണ്ട്. കാരണം ഇത് ഈ സൂപ്പർ സ്റ്റാർ കണ്ടിട്ടേ സാധനമാണ്. അല്ലല്ല സൂപ്പർ സ്റ്റാർ നമ്മൾ ഈ മാഷ് പഠിപ്പിച്ച അങ്ങനത്തെ കോൺഫ്ലിക്റ്റുകളാണ്. ഞാൻ ഭയങ്കര സംഭവമാണെന്നുള്ളൊരു സംഭവമായിരിക്കും. അതായത് നിറഞ്ഞ പാത്രത്തിലേക്ക് വെള്ളം ഒഴിക്കാൻ പറ്റൂല എന്ന് പറയുന്ന പോലെയാണ്. അപ്പൊ ഇയാള് ഓൾറെഡി സ്റ്റാർ ആണല്ലോ, നമ്മളിപ്പോ പഠിച്ചിട്ട് വേണോ, എല്ലാരും പഠിച്ചിട്ട് ചെയ്യണേ എന്നുള്ള പോലത്തെ അങ്ങനത്തെ ആറ്റിറ്റ്യൂഡ്. അതാ ഞാൻ പറഞ്ഞത്, പക്വത കുറവാണ് ക്യാരക്ടറിന് കൂടുതലും. ഓക്കെ ഓക്കെ. അപ്പോൾ ഈ ഒരു ക്യാരക്ടറിൻ്റെ ഒരു ഇത് പറഞ്ഞു. അപ്പോൾ ഒരു സിറ്റുവേഷനിൽ ലൈക്ക് നിങ്ങളുടെ ഈ ഒരു കോമ്പിനേഷനെ കുറിച്ച് ചോദിക്കുമ്പോൾ കേട്ടോ, ഭാവനയുടെ ഒരു ക്യാരക്ടർ കയറി വരുമ്പോൾ ഒരു വൈബ്രൻ്റ് ആയിട്ട് പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. മേ ബി പുള്ളിക്കാരി ഇതിൽ നിങ്ങളെല്ലാവരും ചൂസ് ചെയ്തിട്ടുള്ള കോസ്റ്റ്യൂം ആയിരിക്കാം, അതിനൊക്കെ ജീൻ്റെ ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ജീൻ ലാലിൻ്റെ ഒരു സിനിമയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ ഭാവനയുടെ ആ ഒരു വൈബ്രൻ്റ് ക്യാരക്ടർ ആണോ അതോ എങ്ങനെയാണ് പുള്ളിക്കാരിയുടെ ഒരു റേഞ്ച് ഓഫ് ക്യാരക്ടർ ഈ ഒരു സിനിമയിൽ? ഭാവനയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാല് അതായത് ഈ ഡേവിഡ് പടിക്കലിന്റെ ആദ്യത്തെ നായികയാണ്. ഡേവിഡ് പടിക്കൽ സിനിമയിൽ വന്ന ആദ്യത്തെ സിനിമ നടിയാണ്. അതെ, സിനിമ നടിയാണ്. ഗേൾഫ്രണ്ട് ആണ്.
പിന്നെ പടം നടക്കുന്ന പ്രസന്റിൽ അത് എക്സ് ഗേൾഫ്രണ്ട് ആണ്. അത് എന്തുകൊണ്ടാണെന്നുള്ളതും പറയും. പക്ഷെ എങ്കിലും ഇവർ തമ്മിൽ ഭയങ്കര ടോക്കിംഗ് ടേംസ് ആണ്. അത് വേറെ ആരോടത്തും പറയാൻ പറ്റാത്ത ഇവന്റെ വൾണറബിൾ ആവുന്നത് ചിലപ്പോൾ ഈ എക്സ് ഗേൾഫ്രണ്ടിന്റെ അടുത്താണ്. എന്നാൽ ഇവർ തമ്മിൽ ഫോണിൽ കൂടി വഴക്ക് കൂടും. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. അതായത് എത്ര വഴക്ക് കൂടി കഴിഞ്ഞാലും ആ റിലേഷൻഷിപ്പ് മറ്റേ ബോയ്ഫ്രണ്ട് ഗേൾഫ്രണ്ട് റിലേഷൻഷിപ്പ് അവസാനിച്ചതാണ്. പക്ഷെ ഇപ്പോഴും ഇവനൊരു വിഷമം വരുമ്പോൾ ഇവന് പറയാൻ വേറെ ആരും ഇല്ല എന്ന് പറയുന്ന പോലത്തെ ഒരു ബന്ധമുണ്ട്. അത് ഭയങ്കര രസമായിട്ട് അത് ഞാൻ ചിരിച്ചിരിച്ച് ആ സീൻ കണ്ടിട്ട് അതിൽ പക്ഷെ എന്ത് അത് ഭാവനയാണ് എൻ്റെ ആദ്യത്തെ സിനിമയിലെ നായിക. ആദ്യത്തെ സിനിമയല്ല, സിനിമയിലെ ആദ്യത്തെ നായിക. എനിക്ക് ആദ്യമായിട്ട് ഒരു നായിക ഉണ്ടാവുന്നത് കൂതറ എന്നുള്ള സിനിമയിലാണ്. ഒരു ഷോർട്ട് സമയത്താണെങ്കിലും ഭാവനയാണല്ലോ എന്റെ നായികയുടെ അഭിനയം. എനിക്ക് ആദ്യമായിട്ട് ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ നിങ്ങൾ ഞങ്ങള് പക്ഷെ കാണും, സംസാരിക്കും, ഫോൺ വിളിയും അങ്ങനെയൊക്കെ നമ്മള് ഉണ്ട്. പക്ഷെ എങ്കിൽ പോലും ഒരുമിച്ച് അഭിനയിക്കുന്നത് പിന്നെ ഇപ്പോഴാണ്. അപ്പോൾ ഭാവനയുടെ ഒരു ഇത് നോക്കുവാണെങ്കിൽ പുള്ളിക്കാരി വൈബ്രന്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സും പാവമായിട്ടുള്ള ക്യാരക്ടറും കരയാനും ചിരിക്കാനും ചിരിപ്പിക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെയാണ് നിങ്ങൾ. ഇതിനകത്ത് ഇത്തിരി ലെയേഴ്സ് ഉള്ള ക്യാരക്ടറാണ് അത്. പക്ഷെ അത് നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് പ്രൊജക്ട് ചെയ്ത് കുറെ ലെയർ ഉണ്ട് എന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അത് ഉള്ള വോട്ടെവർ സീൻസ് ഉണ്ടോ അതിൽ നിന്ന് നമുക്കത് മനസ്സിലാവും. ഓക്കെ, എല്ലാ ലെയേഴ്സും കടന്ന് പോകുന്നുണ്ട്. ഓക്കെ അണ്ടർസ്റ്റുഡ്. ഇപ്പം സുരേഷേട്ടൻ്റെ ക്യാരക്ടറിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ, കാരണം ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, സുരേഷേട്ടൻ്റെ പേര് പറയുമ്പോൾ മുതൽ ഇവർ രണ്ടുപേരും സുരേഷ് ഏട്ടൻ എന്ന് പറയുമ്പോൾ ശരാശരി ഒരു മലയാളിയെ പോലെ ഞങ്ങളും വിചാരിച്ചു സീരിയസ് ആയിട്ടുള്ള അങ്ങനെ പൊക്കോമാണോ അങ്ങനെ. അയ്യോ ഭയങ്കര അടിപൊളിയാണ് പുള്ളി. തങ്കക്കോടാണ് പുള്ളി. അതായത് പുള്ളി എങ്ങനെയാണ് എടോ എന്നെ ഒരു ചിരിച്ചിട്ട് അഭിനയിക്കാൻ സംഭവിച്ചിട്ടുള്ള എപ്പോഴും ഞാൻ വന്ന ഉടനെ കണ്ണ് ചുമപ്പിക്കും, എന്നിട്ട് ഒരു കത്തിയും തരും കയ്യിലെന്ന് പുള്ളി. പക്ഷെ ഈ സിനിമ കാണുമ്പോഴാണ് ആ മനുഷ്യൻ എന്തൊരു രസമായിട്ട് ഹ്യൂമറൊക്കെ ഹാൻഡിൽ ചെയ്തേക്കുന്നത്. ഞാൻ എന്തുകൊണ്ട് ആൾക്കാർ അതായിരിക്കും ചിലപ്പോ ജീനിന് സുരേഷ് ഏട്ടൻ അറിയാവുന്ന കാരണമുണ്ടും സുരേഷ് ഏട്ടൻ ഓൾറെഡി ഡ്രൈവിംഗ് ലൈസൻസിലും കുറച്ച് ഹ്യൂമർ ഇതിനകത്ത് കുറച്ചും കൂടെ എനിക്ക് അങ്ങനത്തെ കുറെ ഉണ്ട്. ഞാനും ആദ്യം ഈ പടത്തിലൂടെയാണ് സുരേഷേട്ടനെ പരിചയപ്പെട്ട് അഭിനയിക്കുന്നത്. അപ്പോഴും ഞാൻ പറഞ്ഞു, 2 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു സുരേഷേട്ടൻ ഇങ്ങനെ ആയിരുന്നില്ല, നീ പിന്നെ എന്താ വിചാരിച്ചേ? അപ്പൊ ഞാനിങ്ങനെ വിചാരിച്ച എല്ലോടാ ഞാനിങ്ങനെയാണ്. പിന്നെന്ന് വെച്ചാൽ ഈ സിനിമയില് നമ്മളുടെയൊക്കെ ക്യാരക്ടേഴ്സ് എല്ലാരും ഇച്ചിരി ഗ്രേയില നിൽക്കുന്നത്. പോസിറ്റീവ് ആയിട്ടുള്ള ഒരേ ക്യാരക്ടർ സുരേഷ് ഏട്ടൻ്റെ ആയിരിക്കും. നമ്മൾ ഉണ്ടാക്കിയേക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം സൊല്യൂഷൻ ഏറ്റവും വിഷമിക്കുന്ന പുള്ളിയായിരിക്കും. ടെൻഷൻ പുള്ളിക്കാണ്. മാനേജറാണെന്ന് തോന്നുന്നു ഇങ്ങനത്തെ വയസ്സായവരുടെ പടക്കാരെടുക്കുക അങ്ങനെ ഒരു ഡയലോഗ്. അത് ഞാൻ അതൊരു സീനില് അത് പടത്തിന്റെ ഒരു പ്രധാന ഫ്രസ്ട്രേഷൻ തീർക്കുന്നത്. പക്ഷെ പറയല്ലേ ചേട്ടാ, അല്ലാതെ എന്ത് പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും ഇങ്ങനെ അത് സോൾവ് ചെയ്തോളും ഇവനറിയാം. അപ്പൊ പിന്നെ 1 മിനിറ്റ് പറയുള്ളൂ, എടുത്തിട്ട് മാറ്റും. അതാണ് പുള്ളി. നമ്മൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു, നമുക്ക് പൊട്ടിത്തെറിക്കാം, ഇതൊക്കെ സോൾവ് ചെയ്യാൻ ആളുണ്ടെന്നുള്ള ധൈര്യത്തിലാണ് അത് ചെയ്യുന്നത്. നന്നായിട്ട് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നതും അതെ അങ്ങനെയും ഉണ്ട്. ഒരു ശരിക്കും ഹാപ്പിനെസ് പുള്ളിക്കാണ്. ഈ നമ്മുടെ ഡേവിഡിന്റെ ചേഞ്ചില് ഒരു ഫാദർ ഫിഗർ ആണ്. പക്ഷെ നമ്മളങ്ങനെ ഭയങ്കര ഡ്രാമ ആ ക്യാരക്ടറിന്റെ ഡേവിഡിന്റെ ഇടയിൽ കൊടുത്തിട്ടില്ല. പക്ഷെ അത് ഫാദർ ഫിഗർ ആണ് ശരിക്കും. ഒരു പോസിറ്റീവ് എനർജി തരുന്ന ക്യാരക്ടറാണ്. ഇപ്പൊ ബാലു അസിസ്റ്റ് ചെയ്യുന്ന ഒരു സംഭവം പറഞ്ഞല്ലോ, ബാലുവിന്റെ ക്യാരക്ടറിന്റെ രസം എന്ന് വെച്ചാൽ എല്ലാ ലബനും കൂടെ വന്നിട്ട് പിറ്റേ ദിവസം പറയും ചേട്ടൻ നല്ല പോരാലും പറഞ്ഞിട്ടാ എന്ന് പറയുന്ന അങ്ങനത്തെ. ഓക്കെ സിനിമയിൽ തന്നെ. എന്നാ ഞങ്ങളൊക്കെയും തമ്മിൽ ഇതുപോലെ ഒരു ഇമോഷണൽ ആ ഡെപ്ത് കാണിക്കുന്നുണ്ട്. ഇത് ഇവര് തമ്മിൽ വഴക്കുകൾ ഉണ്ടാവുന്നതും ആ വഴക്ക് മാറുന്നതും ഒന്നും യൂഷ്വൽ രീതിയിലുള്ളതല്ല. കാര്യം എല്ലാവരും ഇംപെർഫെക്റ്റ് ആയിട്ടുള്ള ആൾക്കാരാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങനെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. കുറെ ശരിക്കും നമ്മൾ റിയൽ ലൈഫിലുള്ള പോലെ തന്നെയാണ്. കാരണം നമ്മളിപ്പോഴും നമ്മളെ കൂടെ നിൽക്കുന്ന എല്ലാവരും നമുക്ക് അസിസ്റ്റന്റ് ആണ്, ജോലി ചെയ്യുന്ന ആളെന്നല്ല, നമുക്ക് ഒരു ഫാമിലിയെ പോലെ എല്ലാം അറിയാവുന്ന ഒരാളാണല്ലോ. അപ്പൊ ആ ഒരു കണക്ഷൻ ശരിക്കും നമ്മൾ പിന്നെ ഏറ്റവും നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള നമ്മളോട് ഏറ്റവും ഇഷ്ടമുള്ള ആൾക്കാരോടായിരിക്കും നമ്മൾ എല്ലാം കൊടുക്കുന്നു. ചൂടായി കാര്യം അവരൊക്കെ അത് ക്ഷമിച്ചോളും എന്നുള്ള അവർക്കും നമ്മുടെ മുഖം മാറുമ്പത്തേനും അവർക്കും മനസ്സിലാവും എന്താണ്. അങ്ങനെ ഒരാള്
റിയൽ പേഴ്സണൽ ലൈഫിൽ പറയുകയാണെങ്കിൽ എന്റെ വീട്ടിലെല്ലാവരും എന്നും കേൾക്കാം. അതല്ലല്ല, ഞാൻ അങ്ങനെ വലിയ ഒച്ചമകൾ ഉണ്ടാക്കുന്നല്ല ഞാൻ പറയണേ. എങ്ങനെയാണ് റിയൽ എന്റെ ലൈഫിൽ ചുറ്റും പാവാണോ? നിൽക്കുന്ന ഞാൻ അത്യാവശ്യം പാവമൊക്കെ തന്നെയാണ്. സൗബിക്ക് പറയട്ടെ, എങ്ങനെയാണ് ആള്? എനിക്ക് ഫുൾ എനർജി ആയിട്ടുള്ള കാര്യം ഞാനിപ്പോൾ വേറൊരു ഇന്റർവ്യൂലും പറഞ്ഞു കൊടുക്കാൻ എനിക്ക് എൻ്റെ ജീവിതത്തിൽ തന്നെ കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേട്ടോ ഇതിലൂടെ ഈ പടം വർക്ക് ചെയ്തപ്പോൾ കുറേ നല്ല കാര്യങ്ങൾ കുറേ പറഞ്ഞു പറയിപ്പിക്കലല്ലോ അല്ലേ ഇത്? അല്ലല്ല രാവിലെ തന്നെ വെറുതെ ഞാൻ കിടന്ന് ഉറങ്ങിയിട്ട് ലേറ്റ് ആയിട്ട് ഉറങ്ങണം. രാവിലെ ബെല്ലടിച്ചിട്ട് ആരൊക്കെ ഈ സമയത്തോട്ട് ഇപ്പം അത് ചെറിയ ബെല്ലൊന്നുമല്ല, കട മറ്റേ മരക്കൊത്തി കുത്തുന്ന പോലെ ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കണേ. ഞാൻ ഇത് ആരാമ ചീത്ത ഓരോന്ന് തുറക്കുമ്പോൾ മറ്റേ ഷൂസും ഷോർട്സും മറ്റേ ടീഷർട്ടൊക്കെ ഇടും, ബാ മല കയറാൻ പോവാം, നടക്കാം, ബാ ആ മല കയറാന്ന് കാണിച്ചിട്ട് ജെല്ല് കൊടുത്തിട്ട് ആ മലാന്ന് ബാ സൗകര്യക്കാൻ പറ്റും നേരെ പിടിച്ചോണ്ട് അങ്ങോട്ട് പോണേ. ആദ്യം ബാലു ഉണ്ടാവും, എന്റെ ട്രെയിനർ ഉണ്ട് അസ്കർ ഭായ്. അത് എന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ദിവസവും വർക്കൗട്ട് ചെയ്യണം. ആ വർക്കൗട്ട് എന്ന് പറഞ്ഞാൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്നേക്കാളും ആക്റ്റീവ് ആയിരുന്നാൽ മതി. ഇപ്പൊ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യാൻ മൂടില്ലാന്നുണ്ടെങ്കിൽ മല കയറി വന്നാൽ മതി. പിന്നെ എന്റെ അടുത്തൊന്നും പറയില്ല. നമ്മൾ ആ സമയത്തൊന്നും ആ ലൈറ്റിലോ ആ സമയത്തും അങ്ങനെ നടന്നിട്ടേ ഇല്ല. അപ്പൊ എനിക്ക് അങ്ങനെ കുറെ മാറ്റം കയറി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് മച്ചാനെ കൊള്ളാല. ആ കാഴ്ച കാണണമെങ്കിൽ ആ കേരള കയറണം. പക്ഷെ ആ കേരളം ഒറ്റയ്ക്ക് കയറുമ്പോഴേ പാടുള്ളൂ. ഒരു 5-6 പേര് കൂടി മല കയറുമ്പോൾ ഫണ്ണല്ലേ. അത് കഴിഞ്ഞ് മോളിൽ ചെന്നിട്ട് പിന്നെ പണിത് ഇറങ്ങിപ്പോണതിന്റെ തിരിച്ചു പോകണം. പക്ഷെ അത് കുറച്ചുകൂടി പണ്ടാണ്. മേളിൽ ചെന്നിട്ടാണ് നാളെ നമുക്ക് ആ മല കയറിയല്ലോ. ഒരു സുരേഷ് ചേട്ടൻ ഉണ്ടായിരുന്നു. മക്കളെ പയ്യെ പോടാ, കാരണം നമ്മൾ കുഞ്ഞു പോണല്ലേ സുരേഷ് ചേട്ടൻ കുഞ്ഞാൻ പറ്റില്ല. മരത്തിന്റെ ഇതിലൂടെ ഇത് തല മുട്ടുമല്ലോ കൊമ്പൊക്കെ ഇങ്ങനെ. പുള്ളി വില്ലനായിട്ട് ഇരുന്നിട്ട് ഈ ജീപ്പിന്റെ മുകളിലൊക്കെ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ജീപ്പിന്ന് ചാടി ഇങ്ങനെ ലാൻഡ് ചെയ്ത് ഡയലോഗ് പറയുന്ന സീനൊക്കെ അഭിനയിക്കുമ്പോഴേ നമുക്കൊക്കെ ഈ ചാടി ഇറങ്ങി ലാൻഡ് ചെയ്യാനുള്ളത്. പുള്ളി ചാടുമ്പോഴത്തേക്കും താഴെ എത്തും. അത്രേ ഉള്ളൂ. അപ്പൊ പുള്ളി പറയുന്നത് നടുവിനും ഷോക്കാണെന്ന് പറയണം. ഓരോ തവണ അങ്ങനത്തെ സീൻ ചെയ്യുമ്പോഴും ചാടുമ്പോഴേക്കും എത്തി. കുറച്ച് കൂടുതൽ ലാൻഡിങ് ഒരു എത്താറായി എന്നുള്ളത് ഇത് അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു സംഭവം അല്ലേ. എനിവേസ് നമ്മൾ ഒരുപാട് എന്താ പറയാ, ഈ ഒരു സിനിമയുടെ ഫസ്റ്റ് നമ്മൾ ടൈറ്റിൽ ചേഞ്ച് കേട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം അടുത്ത് നമ്മൾ ടൈറ്റിൽ ചേഞ്ച് കണ്ടു. അപ്പോൾ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്ന ഒരു സംഭവമായിരുന്നു, ഒരു റീല് ഭയങ്കര വൈറലായിട്ടുണ്ട്. ടൊവിയുടെ തന്നെയാണ്. ടൊവി മറ്റേ സോഫ പിടിച്ചൊന്ന് കുറച്ചൊന്ന് ഫ്രണ്ടിൽ നമ്മുടെ മിന്നൽ മുരളിയുടെ ഒരു സംഭവം, സൂപ്പർ ഹീറോ, മലയാളികളുടെ സൂപ്പർ ഹീറോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടാഗ് ഉണ്ടല്ലോ. അപ്പൊ ഞാനൊരു ഹൈപ്പത്തറ്റിക്കൽ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് ടൊവിയുടെ അടുത്ത്. പിന്നിലെ കഥ പറഞ്ഞിട്ട് ഇതേ കസേര പോലത്തെ കസേരയാണ് അവിടെ താഴെയിരിക്കണത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ കസേരയിൽ വന്നിട്ട് ഇരിക്കുമ്പോ ശരിക്കും ബാക്കിലോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ ഇതിനേക്കാളും കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. അപ്പൊ നമ്മൾ ഇങ്ങനെ ആയിപ്പോ അപ്പൊ പരിപാടി. അപ്പൊ നമ്മള് പിന്നെ ഇരിക്കാന്ന് പറഞ്ഞാല് ഇങ്ങനെ ഇരിക്കണം. അങ്ങനെ ഇരിക്കുമ്പോ ബാക്കിലത്തെ ആളായിട്ട് കസേര കുറച്ചിങ്ങനെ ബാക്കിലേക്ക് വെക്കണം. അപ്പൊ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ തള്ളി നീക്കി വന്നു. ഇത്രയും അവിടെ സംഭവിച്ചിട്ടുള്ളൂ. അതല്ലേ പിന്നെ ഇരിക്കാവുന്നത് ഈ ബാക്കിൽ തലയാണ് ഇങ്ങനെ വെച്ചിട്ട് ഒന്ന് ബാലൻസ് ചെയ്ത് ഇങ്ങനെ ഇരിക്കാം. നല്ല രീതിയിൽ ഇരുന്നില്ലെങ്കിലും പണിയാണ്. അല്ല, ഇങ്ങനെ ബാലൻസ് ചെയ്തിരുന്നു കഴിഞ്ഞാൽ കാല് കയറ്റി വെച്ചു അഹങ്കാരാണെന്ന് പറയുന്നത്. ഞാനാണെങ്കിൽ ടോവിയുടെ പിന്നെ കുഴപ്പമില്ല. ഞാൻ ഇരിക്കാൻ നേരത്ത് എന്റെ ഫുൾ കവറായിട്ട് എനിക്ക് ഇതിൽ കവറില്ല തോന്നില്ല. പിന്നെ ഞാൻ ഇങ്ങനെ തന്നെ ഇരുന്നോളാം. നേരത്തെ പിടിച്ച് പിന്നെ ഇങ്ങനെ സംസാരിക്കാമല്ലോ, അതും കുഴപ്പമില്ല. ഇതിലോട്ട് പോയാൽ പിന്നെ എന്നെ കാണില്ല, ഇതിൽ കവറായി പോയി ഉള്ളിലോട്ട് പോണേ. അതുകൊണ്ട് ഈ സാധനം വെച്ചേക്കണാരുണ്ടല്ലോ നേരെ ഇരിക്കാൻ പറ്റുന്നേ. അതെ, സെറ്റാണ്, അടിപൊളിയാണ്. അയ്യോ നാണക്കേടുന്നൊക്കെ ആ ഇമേജേ പോയി താഴ്ത്തിക്ക്. അപ്പൊ ഈ ഡേവിഡ് പടിക്കലിന്റെ ക്യാരക്ടറിലൊരു ഇത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഡേവിഡ് പടിക്കലിന്റെ ഒരു ക്യാരക്ടറിൽ ഒരു സൂപ്പർ പവർ ഉണ്ടെങ്കിൽ എന്ത് പറയും? അത് കോച്ചിനും പറയാം. ആദ്യം ക്യാരക്ടർ വേണം എന്നാണോ അല്ലെങ്കിൽ ഉണ്ടായിരുന്നെങ്കിൽ വാട്ട് വിൽ ദാറ്റ് ബി? ഡേവിഡ് പടിക്കലിന്റെ സൂപ്പർ പവർ അത് ഇയാൾക്ക് വെച്ചാല് ഭയങ്കര അലമ്പനാണ്. അലമ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് തലേദിവസം കള്ളു കുടിച്ചിട്ടോ അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും. രാവിലെ എഴുന്നേറ്റ് അങ്ങനെ ഡിസിപ്ലിൻ്റെ അല്ലാത്തൊരാളാണ്. പക്ഷെ പുള്ളിക്ക് ഡയലോഗ്സ് പഠിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അത് ആക്ച്വലി ഈ സിനിമയിൽ അങ്ങനെ ഒരു കാര്യമുണ്ട്. ചിട്ടി റോബോ ആണ് പുള്ളി ഇച്ചിരി സൂപ്പർ പവർ. അപ്പൊ കോച്ച് എന്തായിരിക്കും പറയാ? ഇത് തന്നെയാണോ എന്തെങ്കിലും വേറെ ഡിഫറെന്റ് ആയിട്ട്? പക്ഷെ അത് പുള്ളി അവതരിപ്പിക്കുന്ന രീതിയിലാണ് പ്രശ്നം. ഒരു വള്ളി പുള്ളി ഒന്നും തെറ്റില്ല, പക്ഷെ പറയുന്ന രീതി വേറെ. സങ്കടമായിട്ടുള്ളത് സന്തോഷമായിട്ടും അടിപൊളിയല്ലേ?
അത് അടിപൊളിയല്ലേ, പക്ഷെ അല്ല അതിനപ്പുറത്തേക്ക് അതിന്റെ ഈ ഏറ്റക്കുറച്ചിലുകളും അതായത് അങ്ങനെ അതിന്റെ ലുക്കും അങ്ങനെ പടം കണ്ട് ഡയലോഗ് അഭിനയം കൂടെ വന്നാൽ മതി പറഞ്ഞ പോലത്തെ. കോച്ചിന് എന്തായിരിക്കും പറയാം? സൂപ്പർ പവറാ. അല്ല എനിക്ക് തോന്നുന്നു എല്ലാ ഇത് തന്നെ സെയിം സാധനം നമ്മൾ പറഞ്ഞിരിക്കുന്ന ആക്ച്വലി ഹൈപ്പോത്തറ്റിക്കലല്ല ഈ സിനിമയിൽ അങ്ങനെ ഉണ്ട്, ഉണ്ട്. വെറുതെ തെറ്റിക്കല്ലേ. അതാണ് ഫിലിം കാണുമ്പോൾ അതൊക്കെ മനസ്സിലാവുള്ളൂ. ഓക്കെ ഓക്കെ, അപ്പൊ എന്തെങ്കിലും കണ്ടിട്ട് ഞാൻ പറയുന്നതായിരിക്കും. എനിവേസ് കൂടുതൽ വലിച്ചു നീട്ടുന്നില്ല, പ്രൊമോഷൻസിന്റെ തിരക്കിലാണെന്നറിയാം. താങ്ക് യു ഫോർ ജോയിനിങ് അസ്. അതുപോലെ തന്നെ മെയ് 3 റിലീസാവാണ്. എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം എല്ലാ സിനിമകളും. ഇപ്പോൾ സത്യമായിട്ടും മലയാളികളുടെ ഇടയിലുള്ള ഒരു സംഭവം എന്താണെന്നറിയോ, സിനിമ കാണാൻ ഞങ്ങൾ ലോൺ എടുക്കേണ്ട അവസ്ഥയാണ് മലയാള സിനിമ കാണാൻ വേണ്ടിയിട്ട്. കാരണം അത്രയ്ക്കും സിനിമകൾ റിലീസാവാണ്, എല്ലാം സൂപ്പർ ഹിറ്റ്. ഒന്നും നമുക്ക് OTT വേണ്ടി വെയിറ്റ് ചെയ്യാൻ പറ്റില്ല, അതുപോലത്തെ സിനിമകളാണ്. അപ്പൊ എന്താണ് നമ്മുടെ ഓഡിയൻസിനോട് ലോണൊക്കെ എടുത്തിട്ട് സിനിമകളാ ലോണൊക്കെ ഷെയർ ചെയ്യാം. ഷെയർ ചെയ്യാം. ഇപ്പൊ നന്നായിട്ട് എനിക്ക് തോന്നുന്നു ലോണകാട്ടി കൂടുതൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു എല്ലാവരും. ജോലിക്ക് പോയിട്ട് ആ കറക്റ്റ്. അതെ 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 അതെ. എന്താണ് ഓഡിയൻസിനോട് പറയാനുള്ളത് സിനിമയെ കുറിച്ച്? കാണാൻ പറഞ്ഞോളൂ. എല്ലാവരും അടുത്ത മാസം 3 തിയേറ്ററിൽ തന്നെ കാണണം. എന്താ പറയുക, ഇപ്പം കുറച്ച് നാളായില്ല നമ്മൾ സിനിമക്കുള്ളിലെ സിനിമ എന്ന് പറയുന്നത്. അതിൻ്റെ തികച്ചും വ്യത്യാസമായിട്ടുള്ള ഒരു ഫിലിമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. ഞാൻ ചെയ്തിരിക്കുന്ന ക്യാരക്ടറാണെങ്കിൽ പോലും ഈ പടത്തിലെ ടോട്ടൽ കഥയാണെങ്കിൽ പോലും എല്ലാവർക്കും, കാരണം സിനിമ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ആ സിനിമയുടെ ഉള്ളിലെ കാര്യങ്ങൾ കൂടുതൽ അറിയുമ്പോൾ കുറച്ചുകൂടി എന്താ പറയുക, അത് കാണാനും അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാവാനും പറ്റും. അതുകൊണ്ട് എല്ലാവരും തിയേറ്ററിൽ തന്നെ പോയി കാണണം. ഈ പറഞ്ഞ പോലെ സിനിമയ്ക്കുള്ളിൽ ഇപ്പം ഞാൻ ഭയങ്കര സിനിമ ഇഷ്ടമുള്ള ആളാണ് പൊതുവെ. അപ്പോൾ ഞാൻ സിനിമ വാരികകൾ, സിനിമ സംബന്ധിയായിട്ടുള്ള ചാനൽ പ്രോഗ്രാമുകൾ, ഇപ്പോഴാണെങ്കിൽ ഈ യൂട്യൂബിലാണെങ്കിലും ഫിലിം മേക്കിംഗ് പ്രോസസ്സ്, ഒരു സ്റ്റുഡിയോ ബൈൻഡർ എന്ന് പറഞ്ഞൊരു പേജ് ഉണ്ട് യൂട്യൂബിൽ, ഒരു യൂട്യൂബ് ചാനലാണ് സ്റ്റുഡിയോ ബൈൻഡർ. അതിനകത്ത് സിനിമയുടെ ഓൾമോസ്റ്റ് എല്ലാ ആസ്പെക്ട്സും ഫോർ ഫ്രീ നിങ്ങൾക്ക് കിട്ടും. ന്യൂ ഇൻഫർമേഷൻ എനിക്ക് കുറെ കാലമായിട്ട് അറിയാവുന്ന എല്ലാവർക്കും ആക്സസിബിൾ ആണ്. അപ്പോൾ നമുക്ക് നല്ല ബോധ്യമുണ്ട്. എനിക്കത് ആക്സസ് ചെയ്യാൻ പറ്റുന്നതിനെ പോലെ തന്നെ അത്രയും തന്നെ എളുപ്പത്തിൽ ഏതൊരു പ്രേക്ഷകനും അത് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിപ്പോൾ നമ്മൾ ഒരു സിനിമയ്ക്കുള്ള സിനിമ എന്നുകൊണ്ട് നമ്മളത് ഇങ്ങനെ വിശ്വസിച്ചോളും, കുഴപ്പമില്ല, കയറ്റി വിടണം, അങ്ങനെയല്ല. പ്രോപ്പറായിട്ട് സിനിമയ്ക്കുള്ളിൽ നടക്കുന്ന എല്ലാ ഡിപ്പാർട്ട്മെന്റ്സിനെയും കുറിച്ച് കാണിച്ച് അങ്ങനെ ഒരു ഐഡിയ വരുന്നുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മൾ ഇതൊക്കെ ആണെങ്കിൽ നമ്മൾ പറയുന്നത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരാളുടെ, അല്ലെങ്കിൽ അയാളുടെ ചുറ്റുമുള്ള അയാളുടെ കൂടെയുള്ള ആൾക്കാരുടെ ഇവരുടെയൊക്കെ ഇമോഷണൽ ജേർണി തന്നെയാണ് ശരിക്കും പറഞ്ഞത്, തുടക്കം മുതൽ അവസാനം വരെ. ഇതിനൊരു തുടക്കവും ഒരു അവസാനവും ഉണ്ട്. അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള അവസാനമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് ആൾക്കാർക്ക് എല്ലാവർക്കും, കാണുന്ന പ്രേക്ഷകർക്ക് എല്ലാം ഇഷ്ടപ്പെടും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് സ്പ്രെഡ് ദ വേർഡ്. അത് നമുക്ക് ഭയങ്കര ഉപകാരം. തീർച്ചയായിട്ടും എല്ലാവരും പോയി തിയേറ്റേഴ്സിൽ തന്നെ കാണാം. ഓക്കെ, എനിവേസ് താങ്ക് യു ടോവി ആൻഡ് താങ്ക് യു സോബിക ഫോർ ജോയിനിങ്. കൂടുതൽ പുതുമയുള്ള വീഡിയോകൾക്കായി റേഡിയോ സിറ്റി മലയാളം സബ്സ്ക്രൈബ് ചെയ്യൂ.